ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രങ്ങളിലൊന്നായ ഈ മഹാക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തിയിട്ടുണ്ടോ? ഒരു ചിലന്തിക്കും ഒരു പാമ്പിനും ഒരു ആനയ്ക്കും മോക്ഷം നൽകിയ മഹാക്ഷേത്രം. പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ വായുലിംഗം സ്ഥിതി ചെയ്യുന്ന പുണ്യഭൂമി. സാക്ഷാൽ ശ്രീകാളഹസ്തി. ശ്രീ എന്നത് ചിലന്തി എന്നും കാള എന്നത് പാമ്പെന്നും ഹസ്തി എന്നത് ആനയുമെന്നും അറിയപ്പെടുന്നു. ഈ മൂന്ന് ജീവജാലങ്ങളും തങ്ങളുടെ കഴിവിനൊത്ത് ഒരേ ശിവലിംഗത്തെ ആരാധിച്ചു. ചിലന്തി തൻ്റെ വല കൊണ്ട് ശിവലിംഗത്തെ സംരക്ഷിച്ചപ്പോൾ പാമ്പ് വിലപ്പെട്ട രത്നങ്ങൾ സമർപ്പിച്ചു. ആന ഗംഗാജലം കൊണ്ട് അഭിഷേകം ചെയ്തു. ആരാധനയുടെ രീതികൾ വ്യത്യസ്തമായിരുന്നു, പക്ഷേ ഭക്തി അത് ഒന്നായിരുന്നു. അവസാനം സാക്ഷാൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് മൂവർക്കും മോക്ഷം നൽകി. അതാണ് ശ്രീകാളഹസ്തി. ഭക്തിക്ക് മുന്നിൽ ജാതിയില്ല, പദവിയില്ല, സമ്പത്തില്ല, മനുഷ്യനെന്ന പരിധി പോലുമില്ല. ഹൃദയത്തിൽ ഭക്തി മാത്രം മതി എന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാക്ഷേത്രം. സാക്ഷാൽ വൈകുണ്ഠനാഥനായ വെങ്കടേശ്വരനെ ദർശിച്ച ശേഷം ഭക്തർ ശ്രീകാളഹസ്തിയിൽ എത്തുന്നു. ഒരിടത്ത് ഭഗവാൻ ഗോവിന്ദന്റെ കൃപ, മറ്റൊരിടത്ത് മഹാദേവന്റെ അനുഗ്രഹം. നമ പാർവതി പതയേ ഹർ ഹർ മഹാദേവ്.